സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക വ്യത്യാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. മാനസിക തലത്തിലും വൈകാരിക തലത്തിലും സ്ത്രീ പുരുഷന്മാർ വ്യത്യസ്തരാണ്. ഈ വ്യത്യാസം നന്നായി മനസ്സിലാക്കിയാൽ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റോസ്റ്റെറോൺ എന്ന പുരുഷ ഹോർമോണിനാൽ നയിക്കപ്പെടുന്ന പുരുഷനും ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോണിനാൽ നയിക്കപ്പെടുന്ന സ്ത്രീയും, ഈ രണ്ട് ഹോർമോണുകളും വളരെയധികം വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളും ശാരീരിക പ്രത്യേകതകളും നമുക്ക് നൽകുന്നുണ്ട്. ഇതുകൂടാതെ മറ്റനേകം വ്യത്യാസങ്ങളും പ്രത്യേകതകളും മാനസിക തലത്തിലും വൈകാരിക തലത്തിലും സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. സ്ത്രീക്കുള്ള പ്രത്യേകതകളല്ല പുരുഷനുള്ളത്, പുരുഷനുള്ള പ്രത്യേകതകളല്ല സ്ത്രീക്കുള്ളത്. ഈ വ്യത്യാസങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും നന്നായി തന്നെ നമുക്ക് കൈകാര്യം ചെയ്യുവാനും മാനേജ് ചെയ്ത് കൊണ്ടുപോകുവാനും കഴിയുന്നതാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ഭാര്യയും ഭർത്താവും അവർ പുതിയൊരു വാഹനം സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ ഷോറൂമിലേക്ക് പോയി. പല വാഹനങ്ങൾ അവർ മാറി മാറി കണ്ടു. ഭർത്താവ് മുൻഗണന നൽകിയത് വാഹനത്തിൻ്റെ മൈലേജ്, വില, എൻജിൻ കപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഭാര്യ നോക്കിയത് വാഹനത്തിൻ്റെ നിറവും ഭംഗിയുമൊക്കെയാണ്. ഈ വ്യത്യാസങ്ങൾ നിമിത്തം തന്നെ ഏത് വാഹനം വാങ്ങണം എന്ന കാര്യത്തിൽ അവർക്കിടയിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയായി. രണ്ടുപേരുടെയും മുൻഗണന രണ്ട് കാര്യങ്ങളിലായിരുന്നു. ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്ത്രീക്കും പുരുഷനുമുണ്ട്. ഇത് ഏത് രീതിയിലാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്.